അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആണ്. അപ്പം ഇത് അത്യാവശ്യം ശോകമാണെന്നാണ് ബ്രോ പറയുന്നത്. കണ്ടോ ബ്രോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൽ കാണിച്ചേക്കുന്നത്. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കില്ല, പക്ഷെ ഇത് ഓടിക്കുമ്പോൾ കൃത്യം കണ്ണിലാണ് വീഴുന്നത്. അതുകൊണ്ട് ടൂർ ചെയ്യുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കുറവാന്ന് തോന്നുന്നു, വണ്ടി എങ്ങും വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും ഒരു പൂച്ച ഒരു തവണ ചൂടുള്ള പാല് നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂട്ടി പണി കിട്ടിയ ഒരു വണ്ടിയായിരുന്നു ഈ 200. അതായത് അവർ വിചാരിക്കാത്ത രീതിയിൽ കൈ നിന്നില്ല അതിന്റെ സെയിൽസ്. അപ്പൊ എന്തോർത്ത് നമ്മൾ ബജാജിന്റെ കാര്യം നോക്കുവാണെങ്കിലും ബജാജ് ആദ്യം കവാസാക്കി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കവാസാക്കിയുടെ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. KTM ആയിട്ട് ഇപ്പൊ കൊളാബറേറ്റ് ചെയ്ത്, ഇപ്പൊ ട്രയംഫ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ഇവർക്ക് ടെക്നോളജി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇതേപോലെ ഇവർക്ക് മേ ബി ഹാർലിയുടെ എന്തെങ്കിലും ടെക്നോളജി എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുമ്പത്തെ CBR 250 നിറഞ്ഞല്ലേ റോഡ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ പോരണ്ടല്ലോ. എനിക്ക് ഈ വണ്ടി ഹീറോ വെറുതെ വന്നു സത്യം പറഞ്ഞ കാര്യം. അത്രയ്ക്ക് അവർക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളായിട്ടുള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ്. ഒരു അടിപൊളി ഒരു സ്ഥലം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് വണ്ടി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സ്പൾസ് 200-ൻ്റെയും എക്സ്പൾസ് 210-ൻ്റെയും ഒരു വീഡിയോ ആണ്. മെയിനായിട്ടും നമ്മൾ 210-ൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ പോഡ്കാസ്റ്റ് എന്നുള്ള ലെവലിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. 2 വർഷമായിട്ട് ഒരു 10-14,000 കിലോമീറ്റർ ഓടിച്ചു. നമ്മുടെ ഇന്ന് കൂടെ ഉള്ളത് വെൽക്കം ഫ്രാങ്ക്. അപ്പം നമ്മുടെ ഫ്രാങ്ക് ആണ്. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തറിയാലോ ബ്രോയുടെ അത്ര ഫൈവൊന്നുമല്ല. അങ്ങനൊന്നും പറയാതെ ഫ്രാങ്ക് മേടിച്ചു കിട്ടും. എല്ലാം ഫ്രാങ്ക് ആയിട്ട് പറയണം ഈ ഒരു വണ്ടിയെ പറ്റി. കാരണം അത്യാവശ്യം അറിയാലോ ബ്രോ, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഹീറോയുടെ ഒരു സക്സസറായിട്ടുള്ള എങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് എക്സ്പൾസ് ആണ്. അപ്പോൾ അത്രയ്ക്ക് അധികം ഈ വീഡിയോ കാണുന്നത് എങ്ങനെ പോയാലും ഒരു 10% ആൾക്കാർക്കെങ്കിലും ഈ വണ്ടി എടുക്കാനുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ 200 ഇപ്പം നിലവിൽ സെയിലുണ്ട്. അപ്പോൾ 200 എന്തിനെടുക്കണം എന്നുള്ളൊരു ചോദ്യത്തെ പറ്റിയിട്ട് മെയിനായിട്ട് ഇപ്പോൾ എത്ര കിലോമീറ്റർ ആയത് വണ്ടി? ഇപ്പോൾ കൃത്യം ഒരു 4,600 കിലോമീറ്റർ. 4,600 കിലോമീറ്റർ ആയിട്ടാ. എന്തോ പറയാനാന്ന് പറ. എത്ര ദിവസം എടുത്തിട്ട് ഇപ്പോൾ ഒരു നമ്മുടെ കഴിഞ്ഞ ഈസ്റ്ററിന് എടുത്തില്ലേ? അത്യാവശ്യം നല്ല ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫ്രാങ്ക് ആയിട്ട് പറയാൻ പറ്റും. ഫ്രാങ്ക് ആയിട്ട് തന്നെ പറയാം. അപ്പൊ നമ്മുടെ 2ാമത്തെ എപ്പിസോഡാണ് കേട്ടോ പോഡ്കാസ്റ്റിന്റെ. ചെറിയൊരു കുന്നംകുളം പോഡ്കാസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സനലുമായിട്ട് സംസാരിച്ചത്. അല്ല, ഒരു പ്രോപ്പർ പോഡ്കാസ്റ്റ് അല്ലല്ലോ ബ്രോ. നമ്മളിപ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് സംസാരിക്കുന്ന ലെവലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ മോട്ടോ വ്ളോഗേഴ്സ് ആകുന്ന സമയത്ത് ഒരിക്കലും ഒരു വീടിന്റെ അകത്തിരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ചെളിയിലും കുണ്ടിലും കുഴിയിലൊക്കെ പ്രത്യേകിച്ച് എക്സ്പൾസിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്നപ്പോ തന്നെ എത്ര ഫ്രെയിമിനുണ്ട്, ഇതൊക്കെ ഇത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. സ്ഥിരം വരുന്ന സ്ഥലമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ വന്ന് എപ്പോഴും എടുക്കുന്നൊരു സ്ഥലമായിരുന്നു. FC-യുടെ വീഡിയോയും അതുപോലെ തന്നെ അഡ്വഞ്ചർ 250-യുടെ ഒക്കെ റിവ്യൂ ഇവിടെ വെച്ചായിരുന്നു എടുത്തത്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് കായൽ പോലെ കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുമായിരിക്കും. അപ്പം ബ്രോ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സത്യത്തിൽ എക്സ്പീരിയൻസ് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെയാണ് ഞാനും സെയിം ഈ കളർ ഈ വണ്ടി ഉപയോഗിച്ചോണ്ടിരുന്നില്ല, ഇപ്പോഴും ഉണ്ട്, കൊടുത്തിട്ടില്ല. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഓഫ് റോഡിങ് കമ്പാരിസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അഗ്രസീവ് മെഷീനാണ്. നമുക്ക് ഫസ്റ്റ് ഗിയറിലൊക്കെ ഇപ്പൊ ഞാൻ ഓടിക്കുമ്പോൾ ബ്രോ വണ്ടി ഓടിച്ചതല്ലേ, അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഇത് ലീനിയർ ആയിട്ടാ പവർ ഡെലിവർ ആകുന്നത്. പിന്നെ ഓഫ് റോഡിങ്ങിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ വെച്ച് കമ്പയർ ചെയ്യുന്നത് 10 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പക്ഷെ അതിന് 10 മില്ലിമീറ്റർ സീറ്റ് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഒരു ഫീൽ ചെയ്യത്തില്ല, നമുക്കൊരു റാലി ഫീലൊക്കെ കിട്ടും. ഇതിന്റെ ഏറ്റവും പ്രശ്നം എന്നറിയോ, ഇതിന്റെ നമ്മുടെ മറ്റേത് മോണോഷോക്ക് ഡയറക്റ്റ് ഷോക്ക് സ്വിംഗ് ആപ്പിൽ കൊടുക്കുന്ന ലിങ്കേജ് ആയതുകൊണ്ട് ലിങ്കേജ് താഴോട്ട് പ്രൊജക്റ്റ് നിൽക്കുമോ. അപ്പൊ നമുക്ക് അത്രയും നമ്മൾ ഡൗൺ ഹിൽ ചെയ്യുമ്പോൾ ഓഫ് റോഡിൽ നിന്ന് വണ്ടി തിരിച്ചിറക്കുമ്പോഴത്തേക്ക് നോക്കി ഇറക്കിയില്ല ഉണ്ടെങ്കിൽ ലിങ്കേജ് അടിച്ച് ബെൻഡായി പോകും. അറിയത്തില്ല, ചെറിയ വാട്സിനൊക്കെ വില കുറവല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് നമ്മുടെ ഹീറോയുടെ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞോളൂ, എല്ലാ എക്സ്പൾസ് ഓണേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ. ചില സാധനങ്ങൾക്ക് വില കൂടുതലാന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഷോക്കിനൊക്കെ ഇപ്പൊ അതിന് 5,000 സംതിങ് റേറ്റ് ഉണ്ട്. ബ്രേക്ക് പാഡിന് 1,500 പക്ഷെ അതില് 220 RTR ഇടുവാണെങ്കിൽ 200 രൂപ കിട്ടും. പക്ഷെ ഈ 1,500 രൂപയുടെ പെർഫോമൻസ് ഒന്നും ഇല്ല കേട്ടോ. ഈ സാധാരണ V3-യുടെയും ഡ്യൂക്കിന്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് 3,000 രൂപ, ബ്രംബോയുടെ നല്ല പെർഫോമൻസാ. കൊടുക്കുന്ന പൈസക്ക് മുതലാ. പക്ഷെ ഇതിന് 1,500 രൂപ മേടിക്കുന്നതിനുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാ അല്ലേ? വാരുന്നുണ്ട് ചെറിയ രീതിയിൽ, ഇല്ലാത്തോണ്ട്. ബ്രേക്കിംഗ് ഇപ്പം
ആക്ച്വലി 210-ന്റെ ആ. ഫ്രണ്ടില് നമുക്ക് ആ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയാ കാലിബർ കാലിപ്പറിൽ നോക്കിയ ബ്രാൻഡ് നെയിം ഒന്നുമില്ല. എനിക്ക് വന്ന് തേർഡ് പാർട്ടി എന്തെങ്കിലും ആയിരിക്കാം. അറ്റ്ലീസ്റ്റ് വൈബ്രയും കൂടെ ആയിരുന്നെങ്കിൽ നമുക്കൊരു വിശ്വസിക്കായിരുന്നു. പക്ഷെ ബാക്കിൽ നിസിന്റെ യൂസ് ചെയ്യുന്നത് നിസിന്റെ അല്ലേ? അപ്പൊ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. സെയിം റേറ്റ് തന്നെ ആയിരിക്കണം. പക്ഷേ ഡ്യുവൽ ചാനൽ ABS ഉണ്ടെങ്കിലും റോഡിൽ എനിക്ക് അത്ര ഒരു പെർഫോമൻസ് ബ്രേക്കിംഗ് കിട്ടിയിട്ടില്ല. നമ്മൾ സ്പീഡിൽ കൊണ്ട് ബ്രേക്ക് പിടിച്ചാൽ നമുക്കൊരു ഡ്യുവൽ ABS ഉള്ള വണ്ടിയാണ് നമ്മൾ ഫീൽ കിട്ടത്തില്ല. ഓഫ് റോഡില് എക്സ്പ്രസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, ഓഫ് റോഡ് ബ്രോയും വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലോക്ക് ആവും. ഫ്രണ്ട് ബ്രേക്ക് ലോക്ക് ആവും. അതെ. ഈ നമ്മുടെ ഈ MC കിറ്റ് ലോക്ക് ആവും. മീൻസ് എന്നാ ബ്രേക്ക് നിൽക്കത്തില്ല. എനിക്ക് മാത്രമുള്ള പ്രശ്നമായിരിക്കും. എല്ലാ എക്സ്പ്രസ് ഓണേഴ്സിനുള്ള. പിന്നെ വിട്ട് പമ്പ് ചെയ്യുമ്പോൾ റെഡിയാവും. സെയിം തന്നെ ഇതിനുണ്ട്. ഞാൻ വിചാരിച്ചത് ബ്രോ സത്യം പറഞ്ഞാൽ ഇതിന്റെ MC കിറ്റിന്റെ എന്തോ സ്പ്രിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഫസ്റ്റ് 2019 ഫസ്റ്റ് ജനറേഷൻ എക്സ്പ്രസ് കാർബ് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ കുറച്ച് വണ്ടി തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ABSന്റെ മോട്ടോർ വർക്ക് ചെയ്തോണ്ടിരിക്കും, ബ്രേക്ക് പിടിക്കും, മോട്ടോർ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇത് സ്റ്റക്ക് ആവും. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഉരുണ്ട് പോവുകയും ചെയ്യും. പാനിക്, ചിലർ വീഴും. പിന്നെ എന്തെങ്കിലും കഷ്ടകാലത്ത് ന്യൂട്രലായി അപകടം നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാവുന്ന ഒരു സെറ്റപ്പാ. പിന്നെ ചിലരെന്ത് ചെയ്യും, ചിലരിപ്പോ സെക്കൻഡ് ഗിയർ ആയിരിക്കും, പെട്ടെന്ന് ഡൗൺ ചെയ്യുമ്പോൾ ന്യൂട്രലായി പോകും. തീർന്നു വണ്ടി ഊരുണ്ട്, താഴപ്പം ബ്രേക്കും കിട്ടത്തില്ല. അപ്പൊ അത് ആ സമയത്ത് പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഒന്നെങ്കിൽ ഏത് ഗിയറാണോ അല്ലെങ്കിൽ ക്ലച്ച് വിട്ട് വണ്ടി ഓഫ് ചെയ്യാൻ നോക്കുക. പക്ഷെ മാരക ക്ലച്ച് വിടുകയല്ല, വണ്ടി സേഫ് ആയിട്ട് ക്ലച്ച് വിട്ട് റിയർ ബ്രേക്ക് ഇട്ട് എഞ്ചിൻ ബ്രേക്ക് എന്തായാലും ഓഫ് റോഡിങ് പാടാവും. ഇറക്കം മാക്സിമം വണ്ടി ക്ലച്ച് വിട്ട് നിർത്താൻ നോക്കാം. അപ്പൊ നമ്മള് പറഞ്ഞു വന്നതിൽ നിന്ന് നമ്മൾ ഫസ്റ്റിൽ നെഗറ്റീവായി പോയി. അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺസ്ക്രിപ്റ്റഡ് ആയിരിക്കും. നമ്മളങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ലാതെ സംസാരമായിരിക്കും. പക്ഷെ ഇതിപ്പോ ഒരു ഓണർഷിപ്പ് ലെവലിലും കൂടെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്തൊരു കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വണ്ടി ബ്രോ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പിന്നെ പറയാം. നമ്മുടെ എക്സ്പെർട്സ് ടു നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും കുറേ വീഡിയോയിലൊക്കെ ആയിട്ട്. എന്നിരുന്നാലും ഞാനത് പറയാം. പിന്നെ ഈ സെയിം വണ്ടി തന്നെ ഫ്രാങ്ക് ബ്രോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഇതിനകത്തോട്ട് വന്നപ്പം എന്താണ് ഗുണം? ഒരു പോസിറ്റീവ് സൈഡ് കുറേ ഉണ്ട്. ഫസ്റ്റ് ഒരു 10 സീസർ ഒരു ഡിഫറൻസേ അല്ല. ഇല്ല. കാര്യം ഓൾറെഡി ഞാൻ 200 കൊണ്ട് കേരള ടു ഗോവ IBW റൈഡ് ചെയ്ത. അപ്പൊ അന്ന് എന്റെ കൂടെയുള്ള ബൈക്ക് ഡോമിനാറും 380 ഒക്കെയാണ് ബൈക്ക് കൂടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും പുറത്ത് പോയി അറിയാം. നമുക്കൊരു 120 ആണ് ടോപ്പ് സ്പീഡ് ഇതിന്റെ. അപ്പൊ നമുക്ക് 120 ആ ഒരു ക്രൂസ് ചെയ്യും. നമുക്ക് ഒരിക്കലും ടോപ്പ് സ്പീഡ് വണ്ടി അത്രയും ക്ലോക്ക് ചെയ്യാം. എഞ്ചിൻ ഏത് നിമിഷം അടിച്ചു പ്രത്യേകിച്ച് ഹീറോയുടെ. അപ്പൊ ഓൾറെഡി ഞാനപ്പോ അത് ഒരു ക്രൂസ് സ്പീഡ് ഒരു ഷോ ഉണ്ടായിരുന്നു. ഇത് വന്നപ്പോഴത്തേക്ക് ഇതൊരു 142 ഒക്കെ ടോപ്പ് സ്പീഡ്, നമുക്ക് 120 സുഖമായിട്ട് ക്രൂസ് ചെയ്യാം. അത് ഞാൻ പറയാൻ വേണ്ടി വന്നത്. അത് എൻ്റെ അഭിപ്രായം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനത് ഉദയ്പൂർ രാജസ്ഥാനിലുള്ള നമ്മുടെ കേരളത്തിലെ റോഡ് പോലുള്ള അത്യാവശ്യം നല്ല റോഡാണ്. നിങ്ങൾ റിവ്യൂവിൽ കണ്ടു കാണും. 105 110 നിർത്തിപ്പോയാലും ഒരു സ്ട്രെസ്സും ഇല്ല. എനിക്ക് തോന്നുന്നു ഇത്രയും സ്ട്രെസ് ഇല്ലാതെ 200cc എന്നുള്ള ലെവലിൽ വേറൊരു വണ്ടിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്, വെൽ എക്യുപ്ഡ് ആണ്. DHC ആണ്, അതുപോലെ സ്ലിപ്പർ ക്ലച്ചാണ്, അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. പിന്നെ ചെറിയൊരു ഡീട്യൂണിങ് വന്നിട്ടുണ്ട്. കരീസ്മ XMR-ന്റെ എഞ്ചിനാണെങ്കിൽ ചെറിയൊരു ഡീട്യൂണിങ് വന്നിട്ടുണ്ട്. അതൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു XMR-ന്റെ എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ 210 അത്രയും ടോപ്പ് സ്പീഡ് കിട്ടും. ഒരിക്കലും അങ്ങനെ വരാൻ വഴി. നമുക്ക് ഒരു സ്പോർട്സ് ടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡിസൈൻ എല്ലാം നല്ല എയറോഡൈനാമിക്കലി, അതുപോലെ തന്നെ കുറച്ച് മിഡ് റേഞ്ചിലായിരിക്കും പവർ. ഇത്രയും വലിയ സ്പ്രോക്കറ്റില്ല വണ്ടി, ലീനിയർ മിഡിൽ നിന്ന് കയറി ടോപ്പ് സ്പീഡിലോട്ട് പോകുന്ന ഒരു സ്പോർട്സ് ടൂർ. CBR ഒക്കെ കണ്ടിട്ടില്ലേ? സ്പ്രോക്കറ്റ് വലുതാക്കുമ്പോൾ ആക്സലറേഷൻ കൂടുമ്പോൾ ടോപ്പ് സ്പീഡ് ഗ്രാജുവലി കുറയും. എന്നാൽ ഒരു 140 ക്ലോക്ക് ചെയ്യാം, 120 സുഖമായിട്ട് ക്രൂസ് ചെയ്യാം. 90-100 ആണ് ഏറ്റവും സ്വീറ്റ് ഭയങ്കര സ്വീറ്റ്. നമുക്ക് അറിയത്ത് പോലും ഇല്ല. നമ്മളിങ്ങനെ ഒഴുകി അങ്ങ് പോകുന്ന അത്രയ്ക്കൊരു. പിന്നെ പറയേണ്ട ഏറ്റവും വലിയ കാര്യം 200 നമുക്ക് എപ്പോഴും ഗിയർ ഡൗണും അപ്പും. കാരണം ഈ വണ്ടിക്ക് ലോൺ ടോർക്ക് ഭയങ്കര കുറവാണ്. പക്ഷെ ഇതിൽ അത്യാവശ്യം നല്ല ലോൺ ടോർക്ക് ഉണ്ട്. നമുക്കൊരു 4th ഗിയർ. അത് എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലോന്റെ ടോർക്ക് കൂടുതൽ എക്സ്പൾസ് 210-നാണ്. അതെ, കുറവ് ഈ വണ്ടിക്കാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ത്രോട്ടിൽ കുറച്ച് ചോപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ തന്നെ ഒരു ചാട്ടം ഫീൽ. അത് 200-നാണ്. പക്ഷെ അത് അധിക സമയം കാണത്തില്ല. ഒരു കുറച്ച് നേരത്തേക്ക് കാണത്തില്ല. നമ്മുടെ FC-യിലെ ഹൈബ്രിഡ് പറയുന്നില്ലേ, അതുപോലെ കുറച്ച് നേരത്തേക്ക് ഒരു പുഷിംഗ് ആണ്. പിന്നെ അങ്ങ് ഭയങ്കര ഫേഡ് ഔട്ട് ആയി തുടങ്ങും. പക്ഷെ ഇതങ്ങനല്ല. ലോണ്ട് ടോർക്ക് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എഞ്ചിൻ വൈസ് ഈ വണ്ടിയിലാണ് കേട്ടോ. 5th ഗിയറിലൊക്കെ ആണെങ്കിൽ പാലൊക്കെ ചുമ്മാ കയറി പോയില്ല. ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ സ്പ്രോക്കറ്റിംഗിൽ ഉള്ള ചാട്ടം, അല്ലാതെ നമുക്ക് എഞ്ചിൻ വൈസ് ടൂണിങ്ങിനല്ല. പിന്നെ രണ്ടാമത്തെ ഒരു എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് തോന്നിയത് സൗണ്ടാ.
നല്ല സ്വീറ്റ് സൗണ്ട് ആണ്. റെവ് മാച്ച് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസം സൗണ്ട്, രക്ഷയില്ലാത്ത നല്ല sound ആണ്. എക്സോസ്റ്റ് നോട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ അത് തന്നെ സൗണ്ടിന്റെ ഒരു 125cc ബൈക്കിന്റെ സൗണ്ട് രൂപമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിന്റെ സീറ്റ്. നമുക്ക് കംഫർട്ടിന്റെ കാര്യത്തിലല്ല, ബ്രോയ്ക്ക് അറിയാം മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ്പ്രസ് ഒരു മാസത്തേക്ക് നിൽക്കാൻ പറ്റില്ല. ഇതിന് ആവശ്യമില്ല. സമൂഹത്തിന്റെ മുന്നിൽ പോയി നിൽക്കാൻ പറ്റില്ല, ആൾക്കാർ കയറി വന്നെങ്കിൽ. പക്ഷെ ഇത് ഗ്രാജുവലി അവന്മാർ ഇവിടെ ഒരു എന്തോ ഒരു കോട്ടിങ് കൊടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂറിംഗ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഉള്ളത് ആക്ച്വലി എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എക്സ്പൾസിന്റെ അപ്ഡേഷൻ അല്ല, ഇതൊരു ഇമ്പൾസിന്റെ അപ്ഡേഷൻ ആണ്. ലുക്കും ഇമ്പൾസ് അപ്ഡേറ്റ് ഇട്ട് അതിന്റെ അകത്ത് നമ്മുടെ ആഫ്രിക്ക ടീമിന്റെ ഷെയ്ഡ് വെച്ച ആ രീതിയിലുള്ള. പക്ഷെ കളർ ഞങ്ങൾ നേരത്തെ സംസാരിച്ചായിരുന്നു. കളർ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കളർ വേരിയന്റ് ഈ ബ്ലൂ കളറാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യം ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞ കളർ ഷോർട്ടേജോ, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ആൽപ്പിൻ സിൽവറേ ഉള്ളൂ, മറ്റേ സിൽവറും റെഡും കിക്കാറ്റിന്റെ ഷെയ്ഡ് എന്തോ ആയിക്കോട്ടെ. പെട്ടെന്ന് ദിവസം വിളിച്ചു പറഞ്ഞു, ബ്രോ വണ്ടി വന്നു, ഒരു മിസ്റ്റേക്ക് പറ്റി, കളർ മാറിപ്പോ ബ്ലൂവും വൈറ്റും വന്നു പറഞ്ഞു. സന്തോഷം ആയിക്കോളാം. അങ്ങനെയാണ് ഈ സാധനം നമ്മുടെ കിട്ടുന്നത്. എനിക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന കളർ ഈ കളർ ഇതായിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ കുറവാന്ന് തോന്നുന്നു, വണ്ടി എങ്ങും വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്തായാലും ഒരു പൂച്ച ഒരു തവണ ചൂടുള്ള പാല് നടക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ കൂട്ടി പണി കിട്ടിയ ഒരു വണ്ടിയായിരുന്നു ഈ 200. അതായത് അവർ വിചാരിക്കാത്ത രീതിയിൽ കൈ നിന്നില്ല അതിന്റെ സെയിൽസ്. അപ്പം എന്തോർത്ത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ബൾക്ക് കണക്കിന് ഒരു കല്യാണത്തിന് ഒരു കാറ്ററിംഗ് ബിരിയാണി ഉണ്ടാക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ ഡിഫറൻസ്. വീട്ടിലുണ്ടാക്കുന്നത് കുളവാൻ ചാൻസ് കുറവാണ്, പക്ഷെ മറ്റത് കൊള്ളാൻ ചാൻസ് കൂടുതലാ. എക്സ്പീരിയൻസ് ഉള്ളവര് എത്ര വേണമെങ്കിലും ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് കുക്കിങ്ങിലോട്ട് പോയി. പിന്നെ തേർഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ സസ്പെൻഷൻ ആണ്. ഓഫ് റോഡിങ് ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിലും ടൂറിങ്ങിന് ഭയങ്കര കംഫർട്ട്, സ്റ്റെബിലിറ്റി അല്ലേ. പിന്നെ ഭയങ്കര സ്റ്റേബിൾ, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേറെ ടയർ റോളിൽ അത്യാവശ്യം കുഴപ്പമില്ല ടയർ. ഇതിപ്പോ സിയറ്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഇത് ടി.വി.എസിന്റെ യൂറോ ഗ്രിപ്പാ. പക്ഷെ ടി.വി.എസ് ഇല്ല, യൂറോ ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. ഭയങ്കര കീരിയമ്പാമ്പോ. പക്ഷെ ടി.വി.എസിന്റെ പേരില്ല, അങ്ങനെ പറഞ്ഞ അവരെ കൊണ്ട് എടുപ്പിച്ചായിരിക്കും. കച്ചവടം ചെറിയ രീതിയിൽ ഫോഗ് കയറുന്നുണ്ട് ഇൻഡിക്കേറ്ററിൽ. അത് സെയിം ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതൊരു പോരായ്മ തോന്നി. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ ഇനി എത്ര ഓടിച്ചെന്ന് പറഞ്ഞാലും 4600 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടില്ല. അതിൻ്റെ എക്സ്പീരിയൻസ് പ്രോയ്ക്കേ ഉള്ളൂ. അപ്പം പലരും പറയുന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. എന്നിരുന്നാലും ഞാൻ പ്രോഡക്റ്റ് ചോദിക്കുക, ഒരു കംപ്ലീറ്റ് ADV അല്ലെങ്കിൽ ഡേർട്ട് ബൈക്കിൽ നിന്നും ഇപ്പം ടൂറിങ് ADV ആക്കിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ ടൂറിങ് ഫ്രണ്ട്ലി ആയി വണ്ടി തീർച്ചയായിട്ടും പഴയതിനെ അപേക്ഷിച്ച്. പക്ഷെ എന്ന് കരുതി ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി എന്തെങ്കിലും കുറഞ്ഞിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്? ഇല്ല, ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി കുറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആയിരുന്നെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടി. ഓൾറെഡി സ്പോർട്സ് ടൂർ ആക്കിയപ്പോഴത്തേക്ക് താഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്ന രീതിയിൽ ലിങ്കേജ് പ്രൊജക്ട് നിൽക്കുന്നുണ്ട്. അത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷെ ഇതിന്റെ റാലി കിറ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ റാലി കിറ്റ് വരുമ്പോൾ ഇത് എങ്ങനെ പോകുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. അത് പൊങ്ങണം വേണ്ട സ്വിംഗ് ബാക്കിലോട്ട് കുറച്ചൊരു വലിയണം. അപ്പൊ നമ്മള് മെക്കാനിക്സ് ചോദിക്കുമ്പോൾ ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ ടൂറിംഗിൽ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്യൂ ആയിരുന്നു എയർ കൂൾഡ് എഞ്ചിൻ ആയിരുന്നു. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്, അത് ഞാൻ ഡയറക്റ്റ് പറയാം. ഇത് ലിക്വിഡ് കൂളിംഗ് ആക്കിയിട്ട് ഹീറ്റിംഗ് ഉണ്ടല്ലേ, ഷോർട്ട്സ് ഒക്കെ ഓടിച്ച് അത്യാവശ്യം. പക്ഷെ വളരെ അസഹനീയമായിട്ടുള്ള ചൂടല്ല. പക്ഷെ 200cc ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇച്ചിരി ഉണ്ടല്ലേ. പിന്നെ ബ്രോ ഒരു കുറച്ചു നേരം ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് 1000-ലായിരുന്നു. ഇപ്പൊ 4500 5000 സെക്കൻഡ് സർവീസ് ചെയ്യും. 6000 പറയുന്നത് 5000 സെക്കൻഡ് സർവീസ് ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റിംഗ് പോകുന്ന പ്രതീക്ഷ. കാരണം എന്റെ എക്സ്പ്രസോടെ എഞ്ചിൻ അടിച്ചു പോയി 200ന്റെ. എഞ്ചിൻ ഫുള്ള് റീബിൽഡ് ചെയ്യപ്പോ ആദ്യത്തെ ഒരു 2 സർവീസ് ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. പുതിയ എഞ്ചിൻ അതിന്റെ ഒരു പോരായ്മ ഉണ്ടാവും. പിന്നെ ഗ്രാജുവലി ഓയിൽ മാറി വരുമ്പോഴാണ് ഒന്ന് സ്മൂത്ത് ആയത്. ഇതും അങ്ങനെ ഒരു 3rd 4th സർവീസ് കഴിയുമ്പോൾ ഹീറ്റിംഗ് കുറയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും കുറയും. പക്ഷേ ഈ വണ്ടിയുടെ എത്ര ഹീറ്റിംഗ് ഉണ്ടോ? ഇതിന് ഇച്ചിരി ഹീറ്റിംഗ് ഇത് നമുക്ക് കൂടുതൽ നമുക്ക് ഇവിടെ ഹീറ്റ് അടിക്കുന്നു. അത് ബൂട്ട് ഹീറ്റ് നമ്മളിപ്പോ ലോക്കലോട്ട് ഓടിക്കുമ്പോൾ അസഹനീയമായി ചില സമയത്ത് നമുക്ക് തോന്നും. പണി കിട്ടും. ഈ ചെരുപ്പിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ഇന്ന് മഴയാണ്ട് ചെരുപ്പിട്ടുണ്ട് ഇറങ്ങിയത്. അതിന്റെ ഒരു മഴ തണുപ്പാണ്ട് വലിയ രീതിയില്ല. പക്ഷേ ഇനി നമുക്ക് എഞ്ചിന്റെ ഭാഗത്തോട്ട് വരാം. എഞ്ചിന്റെ ഭാഗത്തോട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി തന്നെ നടത്തി. സത്യം പറഞ്ഞാൽ 1-2 റീലും ആ സ്റ്റഡി നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു. അപ്പോൾ കൺഫേം ആക്കി. പിന്നെ നമുക്കൊരു സെൻസ് ഉണ്ടല്ലോ, നമുക്ക് ആ സെൻസിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും.
ഈ വണ്ടിയുടെ എഞ്ചിൻ ബേസിക്കലി എനിക്ക് തോന്നുന്നത് Unicorn. ഹോണ്ടയുടെ യൂണിക്കോൺ എഞ്ചിനാണ്. എനിക്ക് തോന്നുന്നില്ല ഹീറോയെ പോലുള്ളൊരു ബ്രാൻഡ് ഹോണ്ടയായിട്ട് ടൈപ്പായി 18 വർഷത്തോളം അവരുമായിട്ടുള്ള കൊളാബറേഷനിൽ ഹോണ്ട എഞ്ചിൻ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തി. ഷാസി മാത്രമേ ഹീറോ ഉണ്ടാക്കത്തുള്ളായിരുന്നു. അതെ. അപ്പോൾ അവർക്ക് സ്വന്തം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഹോണ്ട മാറി ഹീറോയിലോട്ട് വന്ന സമയത്ത് ഹോണ്ടയുടെ ടെക്നോളജി സ്റ്റിൽ 2017 വരെ അവർ ഉപയോഗിച്ചു. 11 വേർപെട്ടിട്ടും 17 വരെ ഹോണ്ടയുടെ ടെക്നോളജി. 18 തൊട്ട് അങ്ങോട്ട് അവർക്കൊരു എഞ്ചിൻ ഉണ്ടാക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എഞ്ചിൻ ക്ഷാമം, ടെക്നോളജി ക്ഷാമം ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹോണ്ട യൂണിക്കോണിൻ്റെ ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഹങ്കിലും പിന്നെ അച്യുവറിലും ഒക്കെ ആയിട്ട് അവരുടെ ഈ പറഞ്ഞ ഹോണ്ട ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ എഞ്ചിനൊക്കെ ഇളക്കി അതിൻ്റെ ഒരു സ്കെയിൽഡ് വെർഷനായിട്ട് അവർ പരീക്ഷിച്ച ആദ്യത്തെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 200 എഞ്ചിൻ. അതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹീറോ ആദ്യമായിട്ട് ഉണ്ടാക്കിയ എഞ്ചിൻ എന്ന് പറയുന്നത് 200 എഞ്ചിനാണ്. പക്ഷേ പലരും എഞ്ചിൻ പൊളിച്ചു നോക്കുന്ന സമയത്ത് യൂണിക്കോണിന്റെ എല്ലാം വലുത്, യൂണിക്കോണിന്റെ സെയിം ക്രാങ്ക് ഷാഫ്റ്റ്, ഒരു മാറ്റില്ല. ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, കാര്യം ഹീറോ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹോണ്ട ജാപ്പനീസ് ബ്രാൻഡ് അല്ല. വ്യത്യാസം. പക്ഷേ നമ്മൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഈ സെയിം വണ്ടി തന്നെ ബജാജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ബജാജിന്റെ ഒരു ക്വാളിറ്റിയിൽ എങ്ങനെ ഇരിക്കും? ബജാജിന്റെ ക്വാളിറ്റി പെർഫോമൻസ് ഭയങ്കരമായിരിക്കും. അല്ല, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ബജാജിന്റെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഇന്ത്യയിൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ബ്രാൻഡ്സ് TVS, ബജാജ്, യമഹ, മൂന്നെണ്ണം ഭയങ്കര ആഗ്രഹം ബ്രാൻഡാണ്. ഹോണ്ട പിന്നെ കിടക്കുന്നെല്ലാം ഭയങ്കര വിലയാണ്, നമുക്ക് അടുക്കാൻ പറ്റില്ല. NX200 ഒരു ഓഫ് റോഡർ അല്ല, എന്നാലും 2 ലക്ഷം രൂപ അടുത്ത് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് ബജാജ് ആണെങ്കിൽ നമുക്ക് നല്ല പ്രൈസ് ഏകദേശം ഇതൊക്കെ വേറെ ഹീറോ പ്രൈസ് ഒക്കെ നല്ല വാല്യൂ ഫോർ മണിയാണ്. പെർഫോമൻസ് നല്ലതായിരിക്കും. പിന്നെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ട്രിപ്പിൾ സ്റ്റാർ കൊണ്ടുവരും, എല്ലാ സാധനവും ആഡ് ചെയ്യും. പക്ഷേ ബജാജിന് പറയുന്ന ഡിസ്പ്ലേ കാണാം, നെഗറ്റീവ് LCD. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മളൊന്നൊരു താങ്ങ് കൊടുത്തതേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. കാര്യം ഡ്രോണിന്റെ എഞ്ചിനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഓഫ് റോഡിന് വേണ്ടി. നമുക്ക് സംസാരിക്കാം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഈ 200 എഞ്ചിൻ സാധാരണ ഒരു നോർമൽ എഞ്ചിനാണ്, ഒരു കമ്മ്യൂട്ടർ എഞ്ചിൻ. അതായത് ഇപ്പൊ നമ്മൾ FC25 ഒക്കെ പറയത്തില്ല, FC-യുടെ എഞ്ചിൻ കുറച്ച് വലുതാക്കി FC25 ആക്കി. ഡ്യൂക്കിന്റെ അത്രയും പെർഫോമൻസ് ഉണ്ടോ വെച്ചാൽ ഇല്ല. എന്നാൽ നമുക്ക് ഒരു പവർ അപ്ഗ്രേഡ് ഉണ്ട്. അതിൽ ആ ഒരു എഞ്ചിനിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ഹീറോ ഉണ്ടാക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മേ ബി ഹാർലി ആയിട്ടുള്ള കൊളാബറേഷനിലൊക്കെ ഇതിപ്പോ ബജാജിന്റെ കാര്യം നോക്കുവാണെങ്കിലും ബജാജ് ആദ്യം കവാസാക്കി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കവാസാക്കിയുടെ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. KTM ആയിട്ട് ഇപ്പൊ കൊളാബറേറ്റ് ചെയ്യും, ഇപ്പൊ ട്രയംഫ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു. ഇവർക്ക് ടെക്നോളജി ഇവർ അങ്ങോട്ടും ഷെയർ ചെയ്യും. ഇതേപോലെ ഇവർക്ക് മേ ബി ഹാർലിയുടെ എന്തെങ്കിലും ടെക്നോളജി എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുമ്പത്തെ CBR 250R എഞ്ചിൻ ഡിഫറെന്റ്, ഒരിക്കലും സെയിം അല്ല, എങ്കിലും അവർക്ക് ആ ഒരു സ്റ്റഡി. പിന്നെ ഹീറോ അത്രയും ടെക്നോളജി ഷെയർ ചെയ്തില്ലായിരുന്നു. എക്സ്പോർട്ടിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ബജാജ് KTM, ബജാജ് കവാസാക്കി ഇവർ ജസ്റ്റ് പ്രൊഡക്റ്റ് പണ്ട് ഇന്ത്യയിൽ വന്നിട്ട് 1983 ഇന്ത്യയിൽ വന്നിട്ട് ഹീറോയുടെ ചോദിച്ചു, നിങ്ങൾ സൈക്കിൾ ഉണ്ടാക്കിക്കൊണ്ട് സൈക്കിളെല്ലാം ഉണ്ടാക്കുന്നത്, നിങ്ങളൊന്ന് കുറച്ച് വിലയുള്ള സാധനം ഉണ്ട്, ഞങ്ങൾ എഞ്ചിൻ തരാം. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1983 ഫസ്റ്റ് 4-stroke എഞ്ചിൻ CD100. അന്ന് 200cc 1983 വണ്ടി വെച്ച് RX100 85 പിന്നെ പിന്നെ അന്ന് യമഹ ഒരു RX ഇറക്കിയ ഒരു വർഷം സുസുക്കി കൊണ്ടുവരും. അടി അങ്ങോട്ട് ഭയങ്കര ഇങ്ങനെ അടി കണക്കുമ്പോ വേറൊരു ജാപ്പനീസ് ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡിന്റെ സഹായത്തോടുകൂടി ഇന്ത്യ ഒരു വണ്ടി ഇറക്കും CD100. മൈലേജ് എന്ന് പറഞ്ഞാൽ 100cc 90 കിലോമീറ്റർ സ്ലോഗൻ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ് ഇതൊന്നും തണുത്ത് നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് പറയുമ്പോ തന്നെ വണ്ടി പേര് പറയാൻ രോമാഞ്ചം. ദൈവമേ, ആ സാധനം ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യൻ മാർക്കറ്റ് അങ്ങ് മാറി, ഒലിങ്ങിപ്പോയില്ലേ. 100cc എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് മാറിയത് ആ ഒരു എഫക്ട് ഈ നിമിഷം വരെ. അന്ന് 95 RX ഉണ്ട്, കച്ചവടം എന്ന് പറയുന്ന സ്പ്ലെൻഡർ അങ്ങ് നിന്നങ്ങ് കത്തുക. എത്ര വർഷമായി പൾസർ വന്ന് CBC വന്ന് FC വന്ന് കൊല്ലൊക്കെ സൃഷ്ടിച്ച വണ്ടിയുടെ കാര്യമാണ്. 220 വന്ന് എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. പ്ലാറ്റിനയൊക്കെ എന്നാ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു വണ്ടിയാണ്, എന്നിട്ടും ഹീറോയെ വരാൻ പറ്റുന്നില്ല.
ഒരു രക്ഷയില്ല. ഹീറോ ഇത് എങ്ങനെ അപ്പൊ അത്രയും സെയിൽസ് ഇവരെങ്ങനെ ഇത്രയും സാധനം കിട്ടുന്നു ഉണ്ടാക്കാൻ വേണ്ടി raw materials. പ്രത്യേകിച്ച് വെറുതെ ഇങ്ങനെ അതും വെച്ചിട്ട് പോവുകയല്ലേ? ഏറ്റവും അണ്ടർ പവേർഡ് ആയിട്ടുള്ള വണ്ടികൾ ഇറക്കിക്കൊണ്ടിരുന്ന ഹീറോ ഒരു സുപ്രഭാതത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അത് വണ്ടി വേറെ കാര്യം പോയി ഓർമ്മയുണ്ടോ? ഈ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു 2011 അല്ല കരിസ്മ നിർത്തുന്നപ്പാ കരീഷ്മ ഏത് XMR ആണ്? അല്ല പഴയ 6 ആറ് ആദ്യമായിട്ട് ഇറങ്ങുന്നത് 2005 നിർത്തുന്ന 2004 കരിസ്മ വരുന്നത് ആ. നിർത്തുന്ന 2011 ഹീറോ ഹോണ്ട 14 കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഇമ്പൾസിന്റെ ഏകദേശം ഇമ്പൾസ് പിന്നെ ഒരു 16 ഉണ്ടായിരുന്നു അല്ലേ? 18 വരെ എന്തോ ഉണ്ടായിരുന്നു. ഇത് XMR അല്ല ZMR. ഓക്കെ ഇമ്പൾസ് ഒരു 14-15 വരെയൊക്കെ ഉള്ളായിരുന്നു തോന്നുന്നു. ഈ സമയത്ത് ഹീറോ യങ്സ്റ്റേഴ്സിന്റെ മനസ്സിൽ നിന്ന് പോയി. യങ്സ്റ്റേഴ്സിന് ഹീറോ ഇല്ല മൊത്തം കാര്യം ബജാജ് RS 200 KTM-ന്റെ വണ്ടിയൊക്കെ R15 V3 ഒക്കെ വന്ന് V3 ഒക്കെ പറയുമ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഒരു ലോഞ്ചിങ്. അത് ലോഞ്ചിങ് ഒന്നുമില്ല, ഷോറൂം വണ്ടി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഷോറൂമിൽ പുതിയ വണ്ടി വന്നു, റെഡ് കളർ വണ്ടി വന്നു എക്സ്പൾസ്. അത് പിന്നെ ഇറങ്ങിയിട്ട് അതെന്ന് 1,05,000 പ്രൈസ് ഉള്ളതെന്ന് 95,000 200cc 3 വേരിയന്റ് ഉണ്ട്. എക്സ്ട്രീം 200S, പിന്നെ എക്സ്പൾസ് 200, എക്സ്പൾസ് 200T. ഈ 3 വേരിയന്റ് ഇറക്കിയിട്ട് 2 വേരിയന്റ് അപ്രതീക്ഷിതമായി. സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായി പക്ഷേ ഉണ്ടല്ലോ, അപ്രതീക്ഷിതമായതിനും കൂടെ വേണ്ടിയിട്ട് എക്സ്പൾസ് ഒരു കയറ്റം കയറി. അത് സത്യം പറഞ്ഞാൽ ഇമ്പൾസ് ഉണ്ടാക്കി റോഡ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ പോരാണ്ടല്ലോ. എനിക്ക് ഈ വണ്ടി ഹീറോ വെറുതെ വന്നു സത്യം പറഞ്ഞ കാര്യം. അത്രയ്ക്ക് അവർക്ക് കേരള മാർക്കറ്റിനോട് അത്രയ്ക്ക് ഇഷ്ടമായി. കേരളത്തിൽ മൊത്തം ഓഫ് റോഡ് അല്ലേ, അത് റോഡ് പോലും ഓഫ് റോഡാണ്. നമ്മുടെ ഓഫ് റോഡിങ് കൾച്ചർ ഡെവലപ്പ് ആകാൻ കാരണം ഈ ബൈക്കാണ്. കാരണം സാധാരണക്കാരൻ അഫോർഡ് ചെയ്ത് പറ്റും. തുടങ്ങി വെച്ചത് അത് ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ടെന്ന് ഇമ്പൾസ് കാണിച്ചു, പക്ഷെ അന്ന് ആരും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അത് ഹിമാലയൻ തുടങ്ങി വെച്ചു, റോയൽ എൻഫീൽഡ് കയറി പിടിച്ചു. അത് പിന്നെ റോയൽ എൻഫീൽഡ് ഹീറോ വെറുതെ ഇരിക്കത്തില്ല, അങ്ങോട്ട് വെച്ചാണ് ചെയ്തത്. എന്നാ പിന്നെ പിടിച്ചോ. ഹിമാലയന്റെ വലിയൊരു മാർക്കറ്റ് ഷെയർ അടിച്ചു മാറ്റി ഈ വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി ആൾക്കാർക്ക് ഓഫ് റോഡിങ് സ്വപ്നം വണ്ടി. അതുകൊണ്ട് തന്നെ തോന്നുന്നു ഹീറോയുടെ ഹിമാലയന്റെ 450 റാപ്പിഡ് ആയിട്ട് തന്നെ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത് റോയൽ എൻഫീൽഡ്. പക്ഷെ ഇതിന് വരുന്നുണ്ട്, എന്റെ 420 ബോർഡർ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. എന്നിരുന്നാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരു ബിഗിനറിനും പ്രോയ്ക്ക് ഒരുപോലെ. അതുകൊണ്ട് അതിഥികൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ 2 അതിഥികൾ കയറിയിട്ടുണ്ട്. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. കുരുമുളകായിട്ടൊക്കെ വറുത്തെടുക്കണം, വറുത്ത് അരക്കണം അങ്ങോട്ട്. കിലോയ്ക്ക് 400 ഒന്നും കാണുമല്ലോ വീട്ടിൽ. നിങ്ങൾ പോകെ, ഞങ്ങള് പിന്നെ വിളിക്കാം. എന്റെ ബാഗിലും എല്ലാം ദൂരെ വെക്കൂ. ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാട് കയറി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് DOH എഞ്ചിൻ ഇറക്കി. അതിന്റെ ഒരു ബുദ്ധിമുട്ട് XMR-ന് വന്നായിരുന്നു. ബ്രോ പറഞ്ഞു വന്നത് ഈ യുവാക്കളുടെ മനസ്സിൽ നിന്ന് അങ്ങ് ഹീറോ മാഞ്ഞിട്ട് പെട്ടെന്ന് എക്സ്പൾസ് ഇറക്കി യുവാക്കളുടെ മനസ്സിൽ വീണ്ടും കയറി. എന്നിരുന്നാലും ഡ്യൂക്കോ ആട്ടോ NS ആട്ടോ കടപിടിക്കുന്ന ഒരു എഞ്ചിൻ അല്ലായിരുന്നു ഈ വണ്ടിയുടേത്, ഈ വണ്ടിയുടേത്. പക്ഷേ XMR വന്നങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. ഭയങ്കര ഹൈപ്പിലാണ് വണ്ടി വന്നത്. എനിക്ക് കോൾ വന്നേ ലോഞ്ചിന്, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. തിരുവോണം എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എന്തോ ഒരു റൈഡിൽ എന്തോ ആയിരുന്നു. പക്ഷേ ഞാനൊക്കെ എന്നിരുന്നാലും എനിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അങ്ങനെ ഒരു വണ്ടി ഹീറോ ഇറക്കിയെന്നുള്ളൊരു വലിയ സമാധാനം. ഹൈപ്പ് ഋതിക് റോഷൻ നമ്മളെ കാണിച്ച ഹീറോ വണ്ടി കാണിക്കുന്നത് റെഡ് വരച്ച് ഓർമ്മയുണ്ടോ? ഒരു ജെറ്റിൻ്റെ കൂടി ഫസ്റ്റ് ആഡ് എല്ലാരും കണ്ട ആള് മറ്റേ ചെളിയർപ്പിക്കുന്ന. പക്ഷെ അതിനു മുമ്പ് ഒരു റെഡ് റേസ് ചെയ്യുന്ന മറ്റേ ജെറ്റ് ആയിട്ടൊക്കെ എന്തോ മിസൈലായിട്ടൊക്കെ എന്തോ മറന്നു സീക്വൻസ് മറന്നു. പിന്നെയാണ് മറ്റേ മഞ്ഞ ചെളിയർപ്പിക്കുന്നായിരുന്നത്. പിന്നെ കൊടുങ്കാറ്റ് തൊപ്പി പിടിക്കാമെന്ന് വരച്ച് ചെളിയൊക്കെ തെറിപ്പിച്ച്. അല്ല മറ്റേ ZMR കൊണ്ട് കൊടുങ്കാറ്റത്ത് തൊപ്പി പിടിക്കാമെന്ന് വരച്ച ഓർമ്മയില്ല പണ്ട്. ഞാനത് പണ്ടൊക്കെ വരച്ചാണ് അതിന്. ആ വണ്ടി ZMR അത്ര ഹിറ്റ് അല്ലായിരുന്നല്ല പണ്ടത്തെ ZMR അല്ല. XMR വന്നപ്പോഴത്തേക്ക് പ്രതിപക്ഷം അതൊരു ഭയങ്കര ഹൈപ്പായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ നാട്ടിൽ ഹിറ്റായില്ല. ഒരു ഏകദേശം കഴിഞ്ഞ ഏതോ ഒരു മാസത്തിൽ 0 സെയിൽസ് ആയിരുന്നു XMR ഇന്ത്യയിൽ. 3 മാസത്തിൽ 0 സെയിൽസ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും നല്ലൊരു എഞ്ചിൻ, പക്ഷേ കംപ്ലൈൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സർവീസ് സെൻ്ററൊന്നും അപ്ഗ്രേഡ് ആകാത്ത സാഹചര്യത്തിൽ സ്പ്ലെൻഡറും ഈ പറഞ്ഞ CD ഡ്യൂലക്സും ഒക്കെ പണിഞ്ഞുകൊണ്ടിരുന്ന മെക്കാനിക്കുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ DOH സിം ടൈപ്പ് എഞ്ചിൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ട് അതിൻ്റെ സർവീസ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ ആർക്കും പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു ടാപ്പറ്റടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ വന്നു കഴിഞ്ഞാൽ 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. അത് വേറെ കാര്യം. അതെനിക്ക് തോന്നുന്നു ഹീറോയുടെ ഒരു ടെക്നിക്കാണ്. 5 വർഷത്തെ വാറണ്ടി കൊടുത്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ R&Dക്ക് വേണ്ടി കൊടുത്തേക്കുക.
എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവര് അവർ പഠിക്കുക. അത് അവർ പരിഹരിക്കും. ഏറ്റവും അതെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഒരു 5 വർഷം അവർക്ക് എടുത്തിട്ട് അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അവർ R&D കൊടുക്കുന്നതിന്റെ ചെലവിന്റെ പകുതി ചെലവ് പോലും അത് ചെലവില്ലല്ലോ. ചെലവില്ല. അത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അയ്യോ. ചില വണ്ടികൾക്ക് കംപ്ലൈന്റും വരത്തില്ല. R&D പറഞ്ഞാൽ എന്തുമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ആ അപ്പം ഈ പറഞ്ഞ പോലെ അവർ ഈ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ അതൊരു ഫ്ലോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ. ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ അപ്ഡേറ്റ് ആയി. ഇനി എല്ലാം 250 വരുന്നുണ്ട്. പക്ഷെ ആ ഒരു എൻജിൻ ഒന്ന് ഹിറ്റ് ആവുന്നത് ഈ വണ്ടിയിലോട് വന്നതോട് കൂടി അത് വലിയൊരു ഒരു വഴിത്തിരിവാണ്. അത് അങ്ങനെ ആയിരുന്നല്ലോ ഈ എൻജിൻ്റെ കാര്യം. ഇത് എക്സ്ട്രീം 200ൽ വന്നിട്ടും ഹിറ്റായില്ല. അതെ 200 പിന്നെ മറ്റേ 200T വന്നിട്ടും ഹിറ്റായില്ല. എക്സ്പൾസ് ഹിറ്റായി. അതാണ് എക്സ്പൾസിന്റെ ഒരു പവർ. നമ്മളീ പറയത്തില്ലേ ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ട ആളുടെ പേര് വെച്ചിട്ടുണ്ട്. ഓരോ എഞ്ചിൻ്റെ അത് ഏത് വണ്ടിക്കാണ് അത് പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് കംപ്ലൈന്റിനെ പറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്ക് എന്തായാലും ഈ 5000 കിലോമീറ്ററിൽ എന്തായാലും എനിക്ക് കംപ്ലൈന്റ് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ അത്യാവശ്യം എന്താ പറയാ മൈലേജ് ഉണ്ട്. എഞ്ചിൻ നോയ്സ് അങ്ങനെ വന്നിട്ടില്ല. ഹീറ്റിംഗിന്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ ആക്സലറേഷൻ കുറവാണ്. നല്ലോണം കൈകൊടുത്ത് ഇത് കയറുന്ന പോലെ കേറുള്ളൂ. ഭയങ്കര ഇപ്പൊ റാലി ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങുന്ന രീതിയിലൊന്നുമില്ല. വീല് ചെയ്യാം, പക്ഷെ റാലിയും ഈ വണ്ടി പെട്ടെന്ന് നമുക്ക് എടുക്കത്തില്ല. പക്ഷെ നമുക്ക് ആ ഒരു ലീനിൽ നിന്ന് കയറി പോവാം. പിന്നെ ഓഫ് റോഡിൽ കുഴപ്പമില്ല. സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീൽ. പിന്നെ നെഗറ്റീവ്സ് ഉള്ളത് എനിക്ക് ഹെഡ്ലൈറ്റ് അവർക്ക് ഇതുവരെ ഒന്നും പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അതെന്തോ അവർക്ക് ഹെഡ്ലൈറ്റ് എല്ലാ വർഷവും 400% കൂടുതൽ, 500%, 1200% ഭയങ്കര ഷോ കേട്ടോ. ഇത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഇല്ലീഗലാണ് എങ്കിലും കവറൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഫോഗ് ലാമ്പ് നമ്മുടെ ജീവനെക്കാട്ടും കാരണം അവരായിരിക്കും നിങ്ങൾക്ക് വന്ന് ഫ്രണ്ട് ടോർപ്പിച്ചെടുത്തുമ്പോൾ അത്യാവശ്യം വിവരം ബോധമുള്ള പോലീസുകാരും എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് റൂൾ ഒന്ന് അമെൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടുകളിൽ യൂസ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്താൽ മതി. പണ്ട് ഹെൽമെറ്റ് ക്യാമറ വെക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ടുള്ള ആൾക്ക്. ഈ 4-5 വർഷം മുമ്പ്. ഇപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ല. കാര്യം അവർക്ക് മനസ്സിലായി അത്യാവശ്യം ബോധവും വിവരമുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് സെൻസാണ്. അത് എന്താണ് ആ ഒരു വണ്ടിക്ക് ആപ്റ്റ് ആകുന്നത്. പക്ഷെ ഈ പറഞ്ഞ സൈലൻസറൊക്കെ മാറ്റി, അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൈലൻസറൊക്കെ മാറ്റി വലിയ ടയറൊക്കെ കയറ്റി, അതൊക്കെ ഒരു വണ്ടിയുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ വലിയ മാസീവായിട്ടുള്ള അപ്ഗ്രേഡിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സപ്പോർട്ടിന് അത് ചെയ്യായിരിക്കും. പക്ഷെ നമ്മൾ വീഡിയോ പറയുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ലൈറ്റിന്റെ അപ്ഡേഷൻ, അത് മറ്റൊരാൾക്ക് ശല്യം അല്ലാത്ത രീതിയിലാണെങ്കിൽ അത്ര നമ്മളൊരു വിൻഡ് വൈസർ വെക്കുന്നത് നമുക്കൊരു കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ. വൈസർ എന്ന് പറഞ്ഞ പുറത്തെ ഈ വൈസർ പ്രശ്നമുണ്ട്. ഒന്ന് വണ്ടി കയറിയിരുന്നേ, അല്ല ആദ്യം ആ വണ്ടി കയറിയേ. വണ്ടി കയറിയത് ഇതുണ്ട്, ഇവിടുത്തെ ചെളിയാണ് കേട്ടോ. ചെളി കയറിയിരിക്കുന്നത്. അപ്പുറം പറഞ്ഞോളൂ ബ്രോ നിന്നാലും മതി. ബ്രോ ആ വണ്ടി കയറുന്നേ. ഇപ്പോൾ ഈ സാധനം നേരെ അടിച്ച് മേലോട്ടാണ് പോകുന്നത്. കാറ്റ് ഒരു അടിച്ചു പോവുക. ബ്രോയുടെ ഹെൽമെറ്റിന് വൈസറിങ് ആയിരിക്കും, ഇങ്ങനെ വരത്തില്ല. ഇങ്ങോട്ട് വന്നേ, ഇതുമേ കയറിയിരുന്നേ, ചൂട്ടിന് കയറിയിരുന്നേ. ചൂട്ടനിൽ അന്ന് കയറിയതാ, ഇത് കയറിയിട്ടില്ല. കണ്ടോ, നേരെ ഹെൽമെറ്റിന്റെ ഇതുമേ അടിച്ച് കണ്ണോട്ട് വീഴും. ഗ്ലാസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടിങ്ങനെ അടിച്ചോണ്ടിരിക്കും. കാര്യം ഞാൻ പറ്റത്തില്ല, കടയിലൊക്കെ പറ്റില്ല. കാര്യം ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോ എനിക്കില്ല, പക്ഷെ ഇത് ഓടിക്കുമ്പോ കൃത്യം കണ്ണിലാണ് വീഴുന്നത്. അതുകൊണ്ട് ടൂർ ചെയ്യുമ്പോഴത്തേക്ക് വൈസർ നിങ്ങളെ ഓടിച്ചു നോക്കൂ. മേ ബി നമ്മുടെ ഹൈറ്റ് ഉണ്ട്, ഭയങ്കര ആയിട്ടുള്ള കുഴപ്പമുണ്ടാവില്ല. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ വേണം കട്ടി ഉരുട്ടി എടുത്താൽ മതി. അന്നേരം വൈൻ ബ്ലാസ്റ്റ് ഉണ്ടാവും. നോക്കിട്ട് കാര്യമില്ല. എക്സ്പൾസ് 210 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ കണ്ണ് ചുമന്ന് വരും. അതെ അതെ. ഒരു യൂസർ റിവ്യൂ അത്ര ഉണ്ട്. യൂസർ റിവ്യൂ ആണല്ലോ ഈ പോഡ്കാസ്റ്റ്. മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും ഒരു 35-40 ഏകദേശം മൈലേജ് കിട്ടുന്നുണ്ട്. 35-40 കിട്ടുന്നുണ്ട്. ഈ എക്സ്മാറിന് മൈലേജ് ഷോട്ടാന്നൊക്കെ ഉള്ളൊരു പോരായ്മ ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയില്ല. എനിക്ക് എന്തായാലും അത്ര 40 എന്തെങ്കിലും കിട്ടും. 40 ഇതിനകത്ത് എന്തെങ്കിലും കിട്ടില്ലെന്ന് തോന്നുന്നു. 40 എന്തെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ അതിന്റെ ഏറ്റവും വലിയൊരു വിഷയം എന്തായിരുന്നു അറിയാം ബ്രോ? ആ വണ്ടിക്കകത്ത് അത് ആ ഒരു എഞ്ചിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. നമുക്കൊരു 70-80 ഒക്കെ കയറി കഴിഞ്ഞാൽ 70-80 അകത്ത് പോകാൻ പറ്റും കേട്ടോ, വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ അങ്ങ് വണ്ടി പക്ഷേ ഈ 70-75 കഴിയുമ്പോഴല്ലോ മൈലേജ് ഒറ്റ അടിക്കാൻ താഴും. ബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൈലേജ് കിട്ടത്തില്ല. 35, അത് 33, 32 ആ ഒരു ഹൈവേയിലാണെങ്കിൽ പോലും 35 ആ ഒരു റേഞ്ചിലേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ 200cc എടുക്കുന്നത് എന്തിനാ?
ഇച്ചിരി അത്യാവശ്യം പെർഫോമൻസിൽ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഫ്യൂൽ എക്കണോമി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കുറഞ്ഞൊരു 40 കിട്ടണ്ടേ, പിന്നെ ഒരു 80 പോകുമ്പോഴും. അല്ല ഇത് കിട്ടത്തില്ല. പക്ഷെ ഇത് 50, 60, 65 ആ റേഞ്ചിൽ പോയി കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ എറർ കുറവാണ് ആ വണ്ടിക്ക്. എന്നിരുന്നാലും 50, 60, 65 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 50 അകത്ത് മൈലേജ് കിട്ടും. പക്ഷെ അങ്ങനെ പോകാനാണെങ്കിൽ സ്പ്ലെൻഡർ എടുത്താൽ പോലെ 65 10-70 മൈലേജ് കിട്ടും. 70 മൈലേജും കിട്ടും. ഇത് നമുക്ക് ഡിയോക്സി അതിന്റെ കുറച്ച് സ്ട്രെസ് കുറവാണ്. സ്ട്രെസ് ഇത് മൊത്തത്തിൽ സ്ട്രെസ് കുറവുള്ള വണ്ടിയാണ്. മൈലേജ് കുഴപ്പമൊരു 80-90 റൂട്ട്സ് മൈലേജ് കിട്ടും, കുഴപ്പമില്ല, നല്ല മൈലേജ് കിട്ടും. പക്ഷെ മെല്ലെ നമ്മള് RPM അടിക്കാതെ ക്ലിയർ ആയിട്ട് മെല്ലെ ഓടിച്ചോടുവാണെങ്കിൽ മൈലേജ് കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ R15 V3 വന്നതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ പെട്ടെന്ന് ഈ വണ്ടിയിലോട്ട് ഓടിച്ച സമയത്ത് എനിക്കുണ്ട്. ഞാൻ R15 വെച്ച് പിടിയും എങ്ങനെ ഓടിച്ചാലും 50 മൈല്. പിന്നെ അതിന്റെ റിഫൈൻമെന്റ് ഇതിലില്ല, കംഫർട്ട് ഇല്ല, വൈബ്രേഷൻ വൈബ്രേഷൻ ഇല്ല. ഞാൻ ആ വണ്ടി ഓടിക്കുന്ന ആ ലാഭത്തിൽ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ആ മൈലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായിരുന്നു ഹീറോ ആയിട്ട്. പക്ഷെ അതേസമയം നമ്മൾ പെതുക്കെ ഓടിച്ച സമയത്ത് മനസ്സിലായി അത് ടെക്നോളജീസും ജാപ്പനീസ് ഇന്ത്യൻ ബ്രാൻഡിനെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ത്യൻ ബ്രാൻഡിനെ പൊക്കി പറയല്ല, എക്സ്പൾസിന്റെ അടുത്ത് പോലെ തന്നെ മായ്ക്ക് ഒരു യോഗ്യത ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഇൻ ടേംസ് ഓഫ് സെയിൽസ്. അല്ലെങ്കിൽ യൂസേഴ്സിന്റെ ഒരു മനസ്സറിഞ്ഞ് വണ്ടി തരുന്നത് യമഹയ്ക്ക് വേണമെങ്കിൽ കിടിലൻ വണ്ടി നമുക്ക് തരാം. FC250 എഞ്ചിൻ വെച്ചിട്ട് മറ്റേ WR155 വണ്ടിയുണ്ട്, ആ ഒരു ഷാസിയിൽ നമുക്ക് അടിപൊളി ഒരു അഫോർഡബിൾ വണ്ടി തരാം. വലിയ R&D ഒന്നും വേണ്ടല്ലോ. അതെ കിട്ടത്തില്ല, അങ്ങനെ വണ്ടി ആയിരുന്നില്ല. ഇപ്പൊ ഹോണ്ടൊക്കെ ആണെങ്കിൽ തന്നെ 2 ലക്ഷം രൂപ പോലും വണ്ടി വെച്ചാൽ എക്സോറും പ്രൈസിന് കൊടുത്തു കഴിഞ്ഞാൽ ആൾ മേടിക്കാനുണ്ട്. അതാ FC25 മഹാടര ഒഴിവ് വന്നു കഴിഞ്ഞാൽ ബ്രോ ഹോണ്ടയ്ക്ക് ഇത് തന്നെ. ഹോണ്ടയ്ക്ക് CRF പോട്ടെ, CRF എന്ന് പറയുന്ന വണ്ടിയുടെ യൂസ് എഞ്ചിൻ CB300 എഞ്ചിനാണ്. ഹോണ്ടയുടെ സഹാറ വണ്ടിയുണ്ട്, നമ്മുടെ CB300F ഇല്ലേ, അതിന്റെ എഞ്ചിൻ യൂസ് വലിയ റേറ്റ് ആവില്ല. ആ വണ്ടി പോലും എടുക്കണം, അത് 2 അഡ്വഞ്ചർ ബൈക്കാ, അതും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കുന്നത്. അത് എന്തിന്റെ ബേസിലാന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് R15 ഇത്രയും സക്സസ് ആയിട്ട് നിന്ന സാഹചര്യത്തിൽ സുസുക്കിക്ക് ഈ പറഞ്ഞ പോലെ GSX-R 150 കൊണ്ടുവന്ന തീരാവുന്ന പ്രശ്നമുള്ള R15 സെയിൽ പിടിച്ചു നിർത്താം. കമ്പനികൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മളെക്കാളും എന്തായാലും വലിയ വലിയ തലയും കാര്യങ്ങളും. ഹോണ്ടയുടെ CBR 150R എപ്പോഴും നിർത്തിപ്പോയതോ. R15 V3 അതിന് 2 ഇപ്പം V3 V4 ഇറങ്ങി, എന്നിട്ടും ഇപ്പോഴാ വണ്ടി ഒരാൾ നമ്മളിപ്പോ ഒരു കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ആവശ്യക്കാരുണ്ട് ഇറക്കാനല്ലേ നോക്കാം. പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് അഡ്വഞ്ചർ ബൈക്സാ. പക്ഷെ എത്ര ബ്രാൻഡ് ഇറക്കുന്നില്ല, TVS ഇറക്കുന്നില്ല, ബജാജ് ഇറക്കുന്നില്ല, വണ്ടി ഇറക്കി. പക്ഷെ അതെന്നാലും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ടൂർ ചെയ്യാൻ നല്ല വണ്ടി, അത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. റോബസ്റ്റ് എഞ്ചിനാണ് അത്, ടൂർ എഞ്ചിനാണ്. ഓൾറെഡി അവരുടെ എഞ്ചിൻ നല്ല എന്താ ഭയങ്കര കൂളിംഗ് ആണ്, ഭയങ്കര ഹീറ്റിംഗ് കുറവാണ്. അതെ, സുസുക്കി എന്നൊക്കെ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗിന്റെ അങ്ങേ അറ്റം ബ്രില്യൻസ് ഉള്ളവരാണ്. ഒരു ഓയിൽ മാത്രം വെച്ചിട്ട് എഞ്ചിൻ ലിക്വിഡ് കൂളിനെക്കാട്ടിലും കൂടുതൽ തണുപ്പിക്കാന്ന്. അത് വേൾഡ് വൈഡിൽ ആദ്യമായിട്ടാണ് ഒരു മോട്ടോർ സൈക്കിളിന്റെ അകത്ത് എഞ്ചിന്റെ ഓയിൽ കൊണ്ട് കൂളിംഗ് ടെക്നോളജി കൊണ്ടുവന്നത്. സുസുക്കി ഓയിൽ കൂളിംഗ് സിസ്റ്റം. എനിക്ക് അവരുടെ ഓയിലും അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കും എക്സ്റ്റർ എന്ന് പറഞ്ഞ ഓയിൽ. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകം പറയുമ്പോണ്ട് മറ്റു ഓയിലുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവരതിന് ഉത്തരവാദിത്തം കൂളിംഗ് എഫിഷ്യൻസി നമുക്ക് അറിയില്ലല്ലോ. അതാണ് അവിടെ ഓയിലിനെ യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നമുക്ക് അത് സംസാരിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർവീസ് ഇന്റർവെല്ലിൽ 6000 കിലോമീറ്റർ നിർത്തിയേക്കുന്നത്. അതിപ്പം എന്തുവാ? അത് ഫസ്റ്റ് സർവീസ് 1000, സെക്കൻഡ് സർവീസ് 6000, പിന്നെ 12000. പിന്നെ 12. ഓയിൽ ചേഞ്ച് 6000 കിലോമീറ്റർ ഉണ്ടായില്ലേ വരത്തുള്ളൂ. പക്ഷെ ഞാൻ അതിന് മുമ്പ് ചെയ്യും. അങ്ങനെ ചെയ്യണം ബ്രോ. കാര്യം തരാ അങ്ങനെ പറഞ്ഞ പല വണ്ടി ഹീറോ വണ്ടിയാണ് പോലും നശിച്ചിട്ടുള്ള. ഞാൻ അത്രയും പോവില്ല. ഇതിപ്പോ ഉടനെ സർവീസ് ചെയ്യും. ഓയിൽ ചെക്ക് ചെയ്ത് കുറവാണ് അവർ മാറി തരുമോ അതിന് മുമ്പായിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ? പിന്നെ അത് നമ്മുടെ ഇഷ്ടമല്ല. സർവീസ് എങ്ങനെയുണ്ട് അത് പറയാൻ പറ്റുമോ? സർവീസ് ഞാൻ അവിടെ എന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സർവീസ് ബ്ലോഗർ ആയതിന്റെ ഒരു ഇതുണ്ടോ, ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? അങ്ങനെയാണോ സാധാരണക്കാരെന്നുള്ള രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ആണ്? അതൊന്ന് കറക്റ്റ് ആയിട്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഫ്രീ സർവീസ് ഒന്നും ഒരു ഷോറൂമിൽ ഞാൻ ആവശ്യപ്പെട്ടു. അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോറൂമുകാരൻ്റെ അടുത്ത് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓബിയസ്ലി ഞാനൊരു ബ്ലോഗറാണ്, ഞാൻ ഓപ്പണായിട്ട് പറയാൻ കേട്ടോ. നമ്മൾ ഇതിനകത്തൊന്നും അല്ല, നമ്മുടെ നാട്ടിലൊരു ഇപ്പം ഞാനോ ബ്രോ ഒരു സർവീസ് സെന്റർ ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവരൊരു കാരണം നമ്മുടെ ഞാനിപ്പോൾ ഒരിക്കലും ഒരു സ്ഥാപനത്തെ കുറിച്ചും നെഗറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു ഷോറൂം വണ്ടി കൊണ്ട് സർവീസ് ചെയ്തു. പക്ഷെ അപ്പൊ നമ്മൾ ഓബീസ് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. നാളെ ബ്രോനെ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ബ്രോ നേരെ ആലോചിക്കുന്ന ആ ഷോറൂം സർവീസ് ഉള്ളതെന്ന് ആലോചിക്കത്തുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, മാക്സിമം നല്ലൊരു ചെയ്യാൻ. സാധാരണക്കാരനെ സംബന്ധിച്ചായിട്ട് അങ്ങനെ ഒരു കിട്ടുമോ പരിഗണന? ഹീറോ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ പ്രീമിയലൊക്കെ നല്ല സർവീസ് ആയിട്ട് വരുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ
ഇഷ്യൂസ് പലയിടത്തും വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ ബ്രാൻഡ്സിന്റെ സർവീസ് ഇഷ്യൂ പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ കാറിന്റെ 100% ഒരാളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ചില ഷോറൂമുകളുണ്ട്, നമ്മളിപ്പോൾ ഈ നമ്മുടെ കോട്ടയത്തെ TVS, കോട്ടയം ഭയങ്കര കസ്റ്റമർ 100% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അത് ഈ കഴിഞ്ഞ ദിവസം അതിന്റെ ഇനാഗ്രേഷൻ നമ്മൾ പോയായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോ ഒരാള് 2011 വീഗോ എടുത്ത ആളാ 2025 ഷോറൂം ഇനാഗ്രേഷൻ വന്നേക്കുവാ. അത്രയും വർഷ കസ്റ്റമറിനെ ചേർത്ത് നിർത്തിയൊരു കമ്പനിയാണ് ഷോറൂം. ഒരുപാട് ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അവരെ കണ്ടുപിടിക്കണം. കാരണം TVSന്റെ നാട്ടിൽ എല്ലാവരും പുള്ളി പറയുന്നത് എനിക്ക് 100% എന്റെ വീഡിയോ നെഗറ്റീവ് കമന്റ് സർവീസ് കൊള്ളാൻ പറഞ്ഞു. എനിക്ക് ഇതുവരെ തോന്നില്ല നെഗറ്റീവ്. എത്ര വീഡിയോ ഇട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാം പേര് കേട്ട സർവീസ് സെന്ററിലാണെങ്കിൽ പോലും എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഒക്കെ വരാം. പക്ഷെ ഇതെങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇത് വലിയ ഇഷ്യൂ പ്രശ്നം തോന്നിയില്ല. പിന്നെ കോസ്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയില്ലേ? ഇല്ല, സർവീസ് കോസ്റ്റ് വലിയ ഒരു 1500 സംതിങ് അതായത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഓയിലിന്റെ എമൗണ്ട്, പിന്നെ എനിക്ക് കുറച്ച് ആ വീഡിയോ ജസ്റ്റ് ബ്രോ ലിങ്ക് കൊടുത്തേക്കാം. യൂട്യൂബ് ഓർക്കാൻ പറ്റത്തില്ല. നല്ല വലിയ കുഴപ്പമില്ല. ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഭയങ്കര ഷോ ബ്രോ. ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ടോ കണ്ടില്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു, ബ്രോ ഉണ്ടായിരുന്നു. അതിന്റെ നക്കിൽ കാലിന്റെ കാര്യം പറഞ്ഞോണ്ടാ ഞാൻ ഈ വണ്ടി ഒന്ന് തെള്ളിയിട്ടായിരുന്നു. വണ്ടിയല്ലേ ബ്രോ, നമുക്ക് തെള്ളിയിടാം, ടെസ്റ്റ് ചെയ്യാം. വീഴുമ്പോ ഓഫാന്നല്ലേ? വീടുമ്പോ ഓഫാന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാ. പക്ഷെ ഈ സാധനം, ഈ ഗിയർ ലിവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന നെക്കിൽ ഗാർഡ് ഇത് പ്ലാസ്റ്റിക്കാ. ഇത് പൊട്ടിയിരിക്കുവോ പറയുന്നത്? ഈ സാധനം വളഞ്ഞ് പോലായി. പക്ഷെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം പൊട്ടിയില്ല. എന്ത് പ്രൊട്ടക്ഷൻ! അപ്പൊ ഇത് നല്ല സ്ട്രോങ് ആണ്. അപ്പം ഇത് അത്യാവശ്യം ശോകമാണെന്നാണ് ബ്രോ പറയുന്നത്. കണ്ടോ ബ്രോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൽ കാണിച്ചേക്കണേ ബ്രോ. ഇത് സ്ക്രാച്ച് ഉണ്ട്. ഇത് ഉറുമ്പിക്കര പോയപ്പോഴത്തേക്ക് വണ്ടി വളവ് വെച്ച് കൈ കൊടുത്തപ്പോ ട്രാഷൻ വണ്ടി കറങ്ങിയിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി തിരിച്ചു വെക്കുക, കേറി നിന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വെയിറ്റ് ബാലൻസ് കിട്ടില്ല, വണ്ടി മറിഞ്ഞു വീണു. ആ വീഴ്ച ഇത് ഇളകി പുറത്തോട്ട് പോകും. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നപ്പോ ഇതിന്റെ അത് ക്ലാമ്പ് ബെൻഡല്ലേ, ഒരു കുഞ്ഞു വീഴ്ചക്ക് ക്ലാമ്പ് ബെൻഡായി ഇത് പൊട്ടി. അപ്പൊ ADV എന്നുള്ള നിലയ്ക്ക് ഇച്ചിരിയൊക്കെ സ്ട്രോങ് ആവണം വണ്ടി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ നല്ലൊരു ക്രാഷ് കാർഡ്, ഇതുകൊണ്ട് ലെജൻഡറി കസ്റ്റമേഴ്സിന് നമ്മുടെ മുർഷിദ് നേരെ പറഞ്ഞടാ വണ്ടി ഒന്ന് കുറച്ച് ദിവസത്തേക്ക് വേണല്ലോടാന്ന് ചോദിച്ചു. എനിക്ക് അപ്പോഴാണ് ഇതൊക്കെ കൊടുത്തു വിട്ടു. അവരെ പക്കായിട്ട് ആറാണ്ടി ചെയ്ത് 15 ദിവസം എടുത്തു. ആറാണ്ടി ചെയ്ത് നല്ല സൂപ്പർ. ഇത് ഇപ്പൊ അത്യാവശ്യം സേഫായിട്ട്. പിന്നെ ക്രാഷ് കാർഡ് ഇല്ലാതെ ഇത് കൊണ്ട് പോയത് വരെ നമ്മുടെ എക്സ്പെർട്സിന് ടാങ്ക് മാത്രമേ ഉള്ളൂ. ഇത് ടാങ്കിന്റെ മേളിൽ നമുക്കൊരു ഇതിന്റെ ഓയിൽ കൂളർ അല്ല, അതിന്റെ ഇവരറിയെന്ന് പറഞ്ഞാൽ പോരെ. ഇതിന്റെ തന്നെ ഏകദേശം 10,000 രൂപ 30,000 വരുന്നുണ്ട്. നല്ല എമൗണ്ട് എന്തായാലും വരും. പിന്നെ ഹീറോ ഇപ്പം കുറെ നാൾ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ കരീഷ്മ എത്ര പരാജയമാന്ന് പറഞ്ഞാലും സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ വണ്ടി കരീഷ്മ ഇപ്പൊ മറ്റേത് ബ്രാൻഡ്സ് ആണെങ്കിലും മീറ്റർ മാറ്റുന്നു, അല്ലെങ്കിൽ ഗ്രാഫിക്സ് മാറ്റുന്നു, ബജാജ് ആണെങ്കിൽ പോലും അവരുമല്ല. പക്ഷെ ഹീറോ എന്ന് പറയുമ്പോൾ കസ്റ്റമറിന് വേണ്ട സാധനങ്ങളെല്ലാം മാറ്റുമോ? ഇപ്പൊ എക്സ്പ്രസിന്റെ എത്ര പ്രാവശ്യം ഹെഡ്ലൈറ്റ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്? ക്യാമറ പോകത്ത് കൊണ്ടുപോകുമോ? ക്യാമറ പോകത്ത് കൊണ്ടുപോകുന്നുള്ളത് പേടിയില്ല. നമ്മളെ റെഡ് ഒന്നുമില്ലല്ലേ, ചെറിയ രീതിയിലൂടെ ഇതിലുണ്ട്, കുഴപ്പമുണ്ടായില്ല, ആവശ്യമില്ല. അത്രയും കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹീറോ അപ്ഡേഷൻ അവർ 6 ഗിയർ കൊണ്ട് ടൂറിങ്ങിന് വേണ്ടിയുള്ള ഈ വണ്ടിയുടെ തന്നെ എത്ര അപ്ഡേഷൻ വന്നു ആലോചിക്കുക. 2019 ഇറങ്ങിയിട്ട് അത് ഓയിൽ കൂളർ ആക്കി. അല്ല, ആദ്യം കാർബറേറ്റർ, പിന്നെ FI ആക്കി. FI വേരിയന്റ് 2 ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ FI ആക്കി 2V, പിന്നെ 4V. ഈ റേഡിയേറ്റർ ആദ്യം ചെറിയൊരു റേഡിയേറ്റർ ഉണ്ട്, ഹീറ്റിംഗ് കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് പിന്നെ വലുതാക്കി. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിൻ വൈസർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പം അത് മാറ്റി തന്നു. പിന്നെ വേറെ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്? പിന്നെ റൈഡിംഗ് മോഡ്സ് കൊണ്ടുവന്നു, ABS മോഡ്സ് ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. പിന്നെ ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി, ഹെഡ്ലൈറ്റ് എത്ര നമ്മൾ ഫസ്റ്റ് 2V നോക്കുവാണെങ്കിൽ നോർമൽ ഒരു ലാമ്പേ ഉള്ളൂ. അത് പല രീതിയിൽ മാറി OBD 2-ലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ 4Vയുടെ ഹെഡ്ലൈറ്റ് അല്ല ബ്രോഡ് ഇരിക്കുന്നത്, ബ്രോഡ് OBD 2 ആണ്. 4Vയുടെ കുറച്ചുകൂടി ബെറ്റർ ആണ്. ബെറ്റർ എന്നല്ല, ഇതാ ബെറ്റർ. 4V കുറച്ചുകൂടി ബ്രൈറ്റ്നസ് പഴയതിനെ അപേക്ഷിച്ച് ബെറ്റർ. ഇത് 4V അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല ഇത്. പക്ഷെ ഇത് രണ്ട് സെയിം വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ഹെഡ്ലൈറ്റ് തന്നെ. പക്ഷെ ആ വിസിബിലിറ്റി കുറച്ച് ഷോക്കാണ്. പക്ഷെ എടുക്കുന്നവർ ഫസ്റ്റിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിലോട്ട് നമ്മൾ ബ്രൈറ്റിലിട്ടാലും ഡിമ്മിലിട്ടാലും ബ്രൈറ്റ് പോലെ ഫീൽ ചെയ്യും.
അപ്പോൾ ഒരു പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസിബിലിറ്റി ഇഷ്യൂ ഒക്കെ മാറി കിട്ടും. അത് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, ലീഗലാണോ അല്ല നമുക്ക് അന്വേഷിച്ചിട്ട് വെച്ചാൽ മതി, നമ്മളൊന്നും പറയുന്നില്ല. അതെ അതെ, സേഫ് ആയിട്ടെല്ലാം ചെയ്യണം, മറ്റുള്ളവർക്ക് ശല്യം ഇല്ല, റോഡിൽ വാഹനം റൈഡ് ചെയ്യുക, അതാണ് ഒരു പ്രോപ്പർ റൈഡറിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ബ്രോയ്ക്ക് ഈ ഒരു എക്സ്പൾസ് 200 വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ? അല്ല, സർവീസ് സെന്റർ ഇരിക്കുകയാണ്. അതെന്താ ബ്രോ ഉണ്ടല്ലോ? അപ്പോൾ ഈ ഓൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ബ്രോയ്ക്ക് ഒരു വെർത്തായിട്ട് തോന്നുന്നുണ്ടോ? കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടല്ലോ? പിന്നെ ഞാൻ ഹീറോ നമ്മളെ പോലെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ലല്ലോ, നമ്മളെ വെച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് മേടിച്ച സാഹചര്യത്തിൽ നഷ്ടം ഇല്ല. അയ്യോ, ഒട്ടുമില്ല. ഈ വണ്ടിയുടെ പോരായ്മകൾ ഒരു 100% ബെറ്റർ ആക്കി ഇറക്കിയ ഒരു വണ്ടിയായിട്ടല്ലേ തോന്നുന്നുള്ളൂ? പോരായ്മകളുടെ എനിക്ക് ബോഡി ബിൽഡ് ക്വാളിറ്റി എനിക്ക് 200 ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഫൈബർ പാർട്സ് കുറവ്. പിന്നെ ഇത് കുറച്ച് മെറ്റലാണ്, ഇത് കുറച്ച് ഫൈബർ ആണ് കൂടുതൽ വന്നേക്കുന്നത്. ഒന്ന് തട്ടിക്കേ ബ്രോ, അങ്ങനെ അല്ല അത് മെറ്റലാ. ഇത് നോക്കി, പ്യുവർ ഫൈബർ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്, സീനാണ്. പിന്നെ നമുക്ക് ഒരു ഇംപ്രൂവ്ഡ് ഫുള്ള് ഫൈബർ ടാങ്കിന് വീട്ടിലേക്ക് പറഞ്ഞ വീണാ പിന്നെ തീർന്നു, പല പീസായി പോകും. അത് നോക്കണം, ഓക്കെയാണ്. പിന്നെ ബ്രോയുടെ ചോദ്യത്തിന് നമുക്കൊരു ആ വണ്ടിന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുമ്പോൾ തന്നെ അഗ്രസീവായിട്ട് ഓഫ് റോഡ്, ഭയങ്കര അഗ്രസീവായിട്ട് 4V റാലി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാൻ, അതായത് ഹിമാലയന് പോലും പിടിക്കാൻ പറ്റാത്ത ടോർക്ക. പക്ഷേ ഇതിന് നമുക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ എല്ലാ വീക്കെൻഡ് ഓഫ് റോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു ട്രാക്ക് കാണുന്നുള്ള മനസ്സുണ്ടല്ലോ, ഈ ട്രാക്ക് കയറി പോകണം, എക്സ്പൾസ് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ എക്സ്പൾസ് ഇങ്ങോട്ടേ പോകത്തുള്ളൂ. അത് ഫ്രണ്ട് ഫ്രണ്ട് വെയിറ്റ് ഇച്ചിരി കുറവാണ്, കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഹിമാലയ നല്ല വെയിറ്റിലുണ്ട്, സ്റ്റേബിൾ ആയിട്ട് കയറി പോകും. പക്ഷെ അത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ഓഫ് റൈഡേഴ്സിനാണ് തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ബിഗിനറിനും പ്രൊഫഷണൽ എല്ലാവർക്കും പറ്റിയ വണ്ടിയാണ് എക്സ്പൾസ്. അത് സത്യം പറഞ്ഞിട്ടല്ലോ, അതൊരു വിപ്ലവമാണ് നമ്മുടെ എക്സ്പൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പെർഫെക്റ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഈ ആൾക്കാർ പറയുന്ന പോലെ ഇതൊരു സ്പോർട്സ് ADV ടൂറർ ആയി എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് ടൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, ടൂറിങ് കേപ്പബിലിറ്റി കൂടി, ബട്ട് എന്ത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കുറഞ്ഞിട്ടുണ്ടോ? ഞാൻ കൃത്യം പറഞ്ഞാൽ, ഞാൻ നേരത്തെ ബ്രോഡ് പറഞ്ഞ ഇതില്ല, വീഴ്ചയിൽ ഡാമേജ് ഉണ്ടായത്, അത് കഴിയുമ്പോൾ ഏതൊരു പൈസ കൊടുത്ത് വാങ്ങിയ ഒരാൾക്കൊരു പേടിയുണ്ടാവും. അപ്പൊ ക്രാഷ് കാർഡ് വന്നിട്ട് ഇനി കളികൾ തുടങ്ങാനുള്ള തീരുമാനത്തിലായിരുന്നു. ക്രാഷ് കാർഡ് വണ്ടി കയറിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഇനി ഈ വീക്കെൻഡ് ഒരു ഓഫ് റോഡ് പോകണം. അപ്പൊ നല്ല എക്സ്ട്രീം ആയിട്ടുള്ള നമ്മൾ 200 ചെയ്തേക്കാട്ടും ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ചെയ്യുന്നു. ചാനൽ എന്തായാലും വരും. അപ്പൊ നമുക്കൊരു ഓഫ് റോഡിങ്, പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യണം, ഒരുമിച്ച് ഓഫ് റോഡിങ് പ്ലാൻ ചെയ്യും. തീർച്ചയായിട്ടും അന്നൊരു പോഡ്കാസ്റ്റ് ബ്രോ എന്തെങ്കിലും ഓഫ് റോഡിങ് കമ്പാരിസൺ നോക്കും. അപ്പൊ ലൈവ് ഓഫ് റോഡിങ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പറയേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് കുറച്ചും കൂടെ ഓഫ് റോഡിങ്ങിൽ ബെറ്റർ. തീർച്ചയായിട്ടും നോക്കട്ടെ, നമുക്ക് കളിച്ചു നോക്കട്ടെ. കാര്യം പറയാം, ADV-യെക്കാട്ടിലും KTM-ന്റെ കുറച്ച് ADV-യെക്കാട്ടിലും ബെറ്റർ തന്നെയാണ്, സ്റ്റിൽ ഇപ്പോഴും ബെറ്റർ തന്നെയാണ്. ADV 390 കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അല്ല പവർ വൈസ് അല്ല, ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ട് 390 S ഓഫ് റോഡ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ആ വണ്ടി ഭയങ്കര അത് കുറച്ചുകൂടി, പക്ഷേ പോകട്ടെ, 72 പോകട്ടെ, എൻഡ്യൂറോ ഇല്ലേ, ഭയങ്കര അത് ഓടിച്ചവർ എന്റെ സത്യം പറഞ്ഞാൽ മറ്റേ പഴയ ADV 390 ഓടിച്ചവർ പല ആൾക്കാരും കല്ല് പോലത്തെ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞ കളിയാക്കി. പക്ഷേ അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടില്ല. പറഞ്ഞ 390 കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതാ പറയുന്നത്, വീണൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു കോൺഫിഡൻസ്, കോമ്പാക്ട് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും എക്സ്പൾസ് തന്നെ. തീർച്ചയായിട്ടും. പിന്നെ സർവീസ് അവൈലബിലിറ്റി, ഷോറൂം അവൈലബിലിറ്റി എല്ലാം എന്നിരുന്നാലും ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ ചീപ്പാണ് നമ്മുടെ ഈ ഒരു ക്വാളിറ്റി അല്ല, സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്യൂവൽ എഫിഷ്യന്റ് അല്ലേ. ഇനി ഒരു എക്സ്പൾസ് 200 എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി, 2 വണ്ടി കൂടെ ഒരുപാട് കിലോമീറ്റർ, ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾ ബ്രോഡ് അഭിപ്രായം അത് ഞാൻ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഏത് വണ്ടി വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പർപ്പസ് ചോദിക്കും. ഫസ്റ്റ് എനിക്ക് ഭയങ്കര അഗ്രസീവ് ഓഫ് റോഡിങ്ങാണ് വേണ്ടത്, എനിക്ക് ഭയങ്കര മാരക പെർഫോമൻസ്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും റാലിയെ സജസ്റ്റ് ചെയ്തു. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും ബൈക്ക് ഭയങ്കര റഫ് പവർ, ഭയങ്കര റഫ് പവർ കിട്ടും. അതായത് റോഡിലെ കാര്യമല്ല കേട്ടോ പറയുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ട, എനിക്ക് ഓഫ് റോഡിങ് ഉണ്ട്, പക്ഷെ എനിക്ക് ടൂറിംഗ് ആണ്. എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള വൈഫ് ഉണ്ട്, നമുക്ക് വലിയ ടൂർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ട്യൂട്ടൺ എടുക്കാം, കാരണം ടൂർ ചെയ്യാം, അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യാം. പക്ഷെ അഗ്രസീവ് ആയിട്ട് നല്ല കളി, ഭയങ്കര മാരക കളി കളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിപ്പോ ഇനി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പുണ്ട് ബ്രോ, ഈ വണ്ടിക്ക് തുല്യം ഈ വണ്ടിക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പുണ്ട്. ഇതുപോലെ ലൈറ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, പിന്നെ വെയിറ്റ് കുറച്ച് 10 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പോരായ്മ ഇല്ല.
പിന്നെ നമുക്ക് ഇത് ഒരു കൂട്ടിയിട്ടുണ്ട്. കാര്യം ഈ ഹിമാലയൻ 458 വെച്ച് ഓഫ് റോഡ് ചെയ്യുന്നവർക്ക് ഇത് സ്വർഗമാണ്. ഞാൻ ഇതെടുത്ത് അടുത്ത ആഴ്ച ഞാൻ 450 കൊണ്ട് ഓഫ് റോഡ് ചെയ്തു. അത് ഭയങ്കര വെയിറ്റാ. വെയിറ്റ് എന്ന് വെച്ചാൽ വണ്ടി കയ്യിൽ നിന്ന് പോയണ്ടല്ലോ. അതാ പറഞ്ഞ സീന. എന്റെ ഇത് കണ്ടോ, കാല് പൊള്ളിയതാ. അതിന്റെ കൊണ്ടില്ലേ നമ്മളെപ്പോഴും ഓഫ് റോഡ് ഒരു ലൈറ്റ് വെയിറ്റ് ഷാസിയിലെ എപ്പോഴും സൂട്ട് ആകത്തുള്ളൂ. ഈ ആഫ്രിക്ക ട്വിനൊക്കെ ഭയങ്കര ട്രാവൽ സസ്പെൻഷനും ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും ആഫ്രിക്ക ട്വിൻ ആണോ ഓഫ് റോഡിങ്ങിൽ കത്തി കയറുന്നത് എക്സ്പൾസ് ആണോ ബ്രോ? അത് റൈഡറിന് കഴിവുമല്ല, എന്നാലും ഒരേ സെയിം സ്കില്ലുള്ള ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ബിഗിനറിന്റെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സെയിം സ്കില്ലുള്ള ഒരാള് പുള്ളി ഒരു ആഫ്രിക്ക ടിൻ ഓഫ് റോഡ് ചെയ്യുന്നു, പുള്ളിക്ക് ഒരു എക്സ്പൾസ് കൊടുത്താൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതേ പറഞ്ഞ വെയിറ്റ്ലെസ് ബൈക്കാണ്. കാരണം നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി, ഈ മൾട്ടി സ്റ്റാർഡ് ഉള്ള ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ എക്സ്പൾസും കൊണ്ടാണ് ഈ ഓഫ് റോഡിങ്ങിന് കൂടുതലായിട്ടും പോകുന്നത്. എന്നാൽ മൾട്ടി സ്റ്റാർഡേ ഇല്ലാത്ത ഓപ്ഷൻസ് ഇല്ല. അതെ, ഓഫ് റോഡിങ് കൊണ്ടുപോകാനുള്ള. അല്ല അതില് ഇപ്പൊ പിന്നെ വെയിറ്റ് ഉള്ള വണ്ടിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് നിർത്തിക്കൊണ്ടൊക്കെ വണ്ടി ഒന്ന് വളച്ചെടുക്കാൻ ഭയങ്കര സ്റ്റേബിൾ അല്ലേ. പിന്നെ ചില കയറ്റം കയറുമ്പോൾ വണ്ടി കൈ തെറിച്ചു പോകത്തില്ല. പക്ഷെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ കയറുന്ന സമയത്ത് ഒന്ന് കട്ട് ഓഫ് ആയി പോയാൽ മൊമെന്റം ആണ്, ഈ വണ്ടി വലിച്ച് താഴെ വരും. സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് വണ്ടി പോക്കാം. എക്സ്പൾസ് ഒക്കെ ഒന്ന് വീണ പിന്നെ നമുക്ക് വീണാൻ വേണ്ടി ഇങ്ങനെ പൊക്കി എടുക്കാം എക്സ്പൾസ്. പക്ഷെ 450 പൊക്കി അനങ്ങത്ത് പോയില്ല. ഇറങ്ങി ബാക്ക് പൊസിഷൻ വെച്ചിട്ട് സ്റ്റാൻഡ് വെട്ടി വലിച്ചു പൊക്കി കയറ്റിട്ട് തിരിച്ചു കയറണം. പാടാം. എനിക്കും പറയാനുള്ളത് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു റഫായിട്ട് യൂസ് ചെയ്യാൻ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, നിങ്ങളൊരു പ്രൊഫഷണലോ ബിഗിനറും ആയിക്കോട്ടെ, രണ്ടുപേർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. എക്സ്പൾസ് 200 നിങ്ങൾക്ക് എക്സ്പൾസ് ആയിരിക്കും. നിങ്ങൾ ഓഫ് റോഡിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ എന്ന് കരുതി ഈ വണ്ടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കുറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ ബ്രോ പറഞ്ഞ പോലെ, ബ്രോ യൂസറാണ്, ബ്രോ പറഞ്ഞ പോലെ ലിങ്കേജ് സസ്പെൻഷൻ അതിൻ്റെ ചെറിയ പോരായ്മ താഴെ ചിലപ്പം ഇടിക്കുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ രണ്ടും തുല്യര് തന്നെയാണ്. ഇതിന് 200 mm ആണ് ഫ്രണ്ടിലത്തെ ഷോക്കെങ്കിൽ അത് 210 mm ആണ്. അതെ, അങ്ങനെ അതിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നാൽ ഇതിന് ഇതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി എടുക്കാൻ പറയുന്നത് ഈ വണ്ടിയേ പറയത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഡെയിലി പോകുന്ന വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും അതെ, നമുക്ക് കൂടുതൽ ഓടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിങ് ആയിരിക്കും. ടൂറിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഉദ്ഘാടനത്തിന് പോകുന്നു, ഒരു ഷോപ്പ് റിവ്യൂവിന് പോകുന്നു, എന്തായാലും നമ്മൾ ഈ കുറച്ചുകൂടെ എൻജോയബിൾ ആവുന്നത് നമ്മുടെ 210 ആയിരിക്കും. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം രണ്ട് ലോകത്ത് ഒരുപോലെ ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് 210 ആണ്. നമുക്ക് ഒരു കാര്യം വിട്ടുപോയത്, ഓഫ് റോഡിങ് ഇതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. 200 നമുക്ക് പല കയറ്റങ്ങളും മൊമെന്റം വെക്കണം. മീൻസ് മൊമെന്റം വെച്ച് വണ്ടി ഓടിച്ച് കയറണം. ഇത് ലോൺ ടോർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നിന്ന് പോയാലും ഒന്ന് ത്രോട്ടിൽ വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം ഈ വണ്ടി കണ്ടുകളുണ്ട്. പിന്നെ നമുക്ക് വണ്ടി അതുപോലെ നമുക്ക് വെയിറ്റ് ഉള്ള വെഹിക്കിൾസ് ഒക്കെ നിർത്തി കറക്കി എടുക്കത്തില്ല. ഇതൊക്കെ ഒന്ന് ഒരു റോക്ക് ക്ലൈമ്പിംഗ് കഴിഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്ത് ഒരു ഗ്രാവൽ ചെയ്യുന്നിട്ട് ഡൗൺ ചെയ്ത് കൈ കൊടുത്തുണ്ടല്ലോ, വണ്ടി ഇങ്ങനെ ഫീൽ ചെയ്യും. എടുത്തുണ്ട് പോയിട്ട് ആ ടൈമിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് 2 സെക്കൻഡ് ഗിയർ ആയി കഴിഞ്ഞാൽ വണ്ടി നേരെ പോയിക്കോളും. ടയറൊക്കെ എങ്ങനെയുണ്ട്? ഗ്രിപ്പൊക്കെ എങ്ങനെയുണ്ട്? ടയർ ഓബിയസ്ലി സ്റ്റോക്ക് ടയർ ആണ്. കമ്പനി അവരുടെ പ്രൈസിങ്ങിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ടയർ റേസിന്റെ ട്രെയിലർ പോലെ ടയറൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും. പിന്നെ ഭയങ്കര നിങ്ങളൊരു ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റാൽക്കോ അല്ലെങ്കിൽ റേസിന്റെ തന്നെ ടോർക്കാർ. പിന്നെ വേറെ ടയർ നമ്മൾ പറയുന്നില്ല, ഭയങ്കര എക്സസൈസ് ആണ്. ഇതിന് പറ്റും ടയർ സെറ്റ് ആയിരിക്കും. അപ്പം ഒരുപാടായില്ലേ? പിന്നെ സ്റ്റോറേജ് എനിക്കതൊന്ന് ഇത്രയും കിട്ടണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന ഉള്ളു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇനി ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും, ഞങ്ങൾ മാനസികമായി തളരും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ. നമ്മളെന്തായാലും സനലിനെ വെച്ചിട്ട് സനലിൻ്റെ റാലിയിൽ ഫ്രാങ്കിൻ്റെ 210 എൻ്റെ നോർമൽ എക്സ്പൾസിലൊക്കെ നമ്മളൊരു കലക്ക് പ്ലാൻ ചെയ്യുന്നു. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബ്രോ ആദ്യം ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അത് ബ്രോ സ്റ്റുഡിയോ സെറ്റപ്പ് ഉടനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് മോട്ടോ വ്ളോഗ്സ്, അതായത് വലിയ നമ്മളീ പറയുന്ന പോലെ വലിയ രീതിയിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ബൈക്ക് റിലേറ്റഡ് പാഷനേറ്റഡ് ആയിട്ടുള്ള റൈഡേഴ്സ്, ഇപ്പം വ്ളോഗേഴ്സ് ആണെന്ന് തന്നെയില്ല, ആർക്ക് വേണമെങ്കിലും നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നമ്മളൊരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. സോ അടുത്തൊരു വീഡിയോയിലാണല്ലേ? ഉറപ്പായിട്ടും. എന്തെങ്കിലും ഇനിയിപ്പോൾ ഇതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.
അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ? ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു പോഡ്കാസ്റ്റിന്റെ ലെവലിൽ നിന്ന് ഇത് കാണുക എത്ര ലെങ്ത്. ഓഫ് റോഡ് നമ്മൾ ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഓഫ് റോഡ് ചെയ്തിട്ട് അടുത്ത റിവ്യൂ ഇടുമ്പോൾ പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ തരാം ഏതായിരിക്കും നിങ്ങൾക്ക് നല്ല ഓഫ് റോഡിങ് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിളിതാ വെറുതെ എത്ര നേരമില്ലേ ബ്രോ? ഭഗവാനെ സ്റ്റോറേജ് അത് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഇപ്പം കിട്ടിയിട്ടില്ലെങ്കിലേ തളർന്നു കേട്ടോ മാനസികമായി. എൻ്റെ മോനെ.